ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എൻ്റെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള ഫസ്റ്റ് ട്രൈമസ്റ്റർ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ എല്ലാവർക്കും മിക്കവാറും പേർക്ക് അറിയാം. ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ലേഡീസിനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. മിക്കവാറും പേർക്ക് അറിയാം, പക്ഷെ എന്നെപ്പോലുള്ള കുറച്ച് പേര് അറിയാത്തവരുണ്ടാവാം. ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എനിക്ക് എന്താണ് ട്രൈമസ്റ്റർ എന്നൊന്നും എനിക്ക് വലിയ പിടിയുണ്ടായില്ല. അപ്പോൾ അതെന്താണ് എന്ന് നിങ്ങളായിട്ട് ഒന്ന് പറയാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എന്നിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ മാസം മുതൽ 1 മുതൽ 3 മാസം വരെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്, അതായത് 12 ആഴ്ച വരെ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയി, ആ പീരീഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയും. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ആ ഒരു മാസം മുതലാണ് നമ്മൾ മാസങ്ങൾ കണക്കാക്കുക എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സംഭവം അങ്ങനെയൊന്നുമല്ല. നമ്മൾ ലാസ്റ്റ് പീരീഡ്സ് ആയത് എന്നാണോ ആ ഒരു ഡേറ്റ് മുതൽ നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് വരുന്ന ആ ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആവുന്ന ആ ഒരു ടൈം വരേക്കും നമ്മൾ 1 മന്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ശരിക്കും കണക്കാക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന മാസങ്ങൾ 2, 3, 4 അങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 4 ആഴ്ചകളാണ് 1 മന്തായിട്ട് കണക്കാക്കുക. അങ്ങനെ 40 ആഴ്ചകളാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലാസ്റ്റ് പീരീഡ്സ് കഴിഞ്ഞ്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് കറക്റ്റ് 28 ദിവസം ആ ഒരു സൈക്കിളിലല്ല പോയിട്ടിരുന്നത്. ചിലപ്പോൾ 28 ആയിരിക്കും, ചിലപ്പോൾ 29, ചിലപ്പോൾ 30, അങ്ങനെ ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു കറക്റ്റ് ഒരു ദിവസം ചേഞ്ച് ആയി എന്നും പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട് വരിക. അങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്തിട്ട് നീ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിനക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആ ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാൻ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാർഡ് ടെസ്റ്റ് നടത്തി. കാർഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്രൈറ്റ് ലൈനും ഒരു ബ്രൈറ്റ് അല്ലാതെ ഒരു ലൈറ്റായിട്ടൊരു ചെറിയൊരു ലൈനാണ് കണ്ടത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് HCG ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലാബിൽ പോയി. അപ്പോൾ ലാബിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുമല്ലോ ഡോക്ടർ പറഞ്ഞിട്ടാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടല്ല, ഞാൻ അല്ലാണ്ട് ചെയ്ത് നോക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ റിസൾട്ട് കിട്ടി. നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായി. കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ പോസിറ്റീവായിരുന്നു. പോസിറ്റീവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എത്ര വീക്ക് പ്രഗ്നൻ്റ് ആണെന്നുള്ളതാണ് കാണിക്കുക. അപ്പം ഇപ്പോൾ ഒരു 4 വീക്കും ഇത്ര ഡേയ്സ് അങ്ങനെ ഒരു ഇതിലാണ് കണ്ടത് പ്രഗ്നൻസിയുടെ. ആ സ്പോട്ടിൽ തന്നെ അന്ന് തന്നെ ഞങ്ങൾ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ടെസ്റ്റ് ചെയ്ത സാധനം നമ്മുടെ കയ്യിലുള്ളതാണ് ആദ്യം കാണിച്ചു കൊടുത്തത്. കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചു, ഈ ടെസ്റ്റ് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞിട്ടല്ല, ഞാൻ അല്ലാണ്ട് തന്നെ ചെയ്ത് നോക്കിയതാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർക്ക് എളുപ്പമായി. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പിന്നെ നമുക്ക് ഈ ടെസ്റ്റ് എഴുതി തന്ന് നമ്മൾ പിന്നെയും ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഡോക്ടറെ കാണിച്ച് സമയം പിന്നെയും പോകും. അപ്പോൾ തന്നെ കാണിച്ചത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത്ര വീക്ക് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് ഫോളിക് ആസിഡ് തന്നു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അങ്ങനെ ടെസ്റ്റിനൊക്കെ തന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. എറണാകുളത്ത് അങ്കമാലിക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഡോക്ടറെ കാണുന്നത്, ആലുവയിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ആ ഡോക്ടർ എഴുതി തന്ന ടെസ്റ്റുകളെല്ലാം തന്നെ ഞാൻ പുറമേ നിന്ന് ചെയ്തു. ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക്
ഒരു എമൗണ്ട് ആയിട്ടുണ്ട്. 2000 അല്ല, അതിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. പുറമേ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് കിട്ടി. ഞങ്ങൾ 2-3 ദിവസം അതിന് വേണ്ടിയിട്ട് നടന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത്. ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ടപാടെ ഡോക്ടർ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ചെയ്ത ഈ ടെസ്റ്റുകളൊന്നും ആ ഡോക്ടർ നോക്കിയില്ല. പകരം ഡോക്ടർ വേറെ ടെസ്റ്റുകൾ, അതായത് ഓൾറെഡി ഈ ഡോക്ടർ എഴുതി തന്നിട്ടുള്ള ടെസ്റ്റുകളും അതുകൂടാതെ വേറെ ടെസ്റ്റുകളും ഈ ഡോക്ടർ എഴുതി തന്നു. എന്നിട്ട് ആ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത ടെസ്റ്റിൻ്റെ ആ ഒരു പൈസ അവിടെ നമുക്ക് നഷ്ടമായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മാറി കാണിക്കുന്നുണ്ടെങ്കിൽ, വേറെ ഡോക്ടർ മാറി കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പോകുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ മറ്റേ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് ആ ടെസ്റ്റുകൾ ചെയ്ത് പിന്നെ ആ ഡോക്ടറെ കാണിക്കാതെ വേറെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരത് സ്വീകരിക്കണം എന്നില്ല. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പിന്നെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഓരോരുത്തർക്കും ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും പറയും നമുക്ക് ആദ്യത്തെ 3 മാസം നല്ല ഛർദി ഉള്ളവരുണ്ടാവും. എൻ്റെ കാര്യത്തിൽ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഛർദിയോ തലചുറ്റലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 3 മാസം എന്നല്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ മുതിർന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും എല്ലാവരും നമ്മളെന്ത് ചെയ്യും, പറഞ്ഞ് പേടിപ്പിക്കും. നമ്മളതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. നമ്മുടെ കാര്യം, നമ്മുടെ ബോഡി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ അവർ പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കാനോ ഒന്നും നമ്മൾ ആ സമയത്ത് നിൽക്കരുത്. ഞാൻ പണ്ട് മുതൽ കേൾക്കുന്നുണ്ട് ഓരോരുത്തരുടെ പ്രഗ്നൻസിയിലുള്ള ടൈമിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മളത് കേട്ടിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക, അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻസി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. നമ്മുടെ ബോഡി വേറെയാണ്, നമ്മൾ വേറൊരു വ്യക്തിയാണ്, അവർ വേറൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ചേഞ്ചസ് ആയിരിക്കില്ല നമുക്കുണ്ടാവുക. നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്ത ആളായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തിരിക്കണം. ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, അധികമായിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് ഉണക്കമുന്തിരി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈന്തപ്പഴം, അതൊക്കെ എന്താ ബ്ലഡ് വയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക ആദ്യത്തെ 3 മാസങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികളിൽ തന്നെ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള കപ്പ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, ഒത്തിരി ഓയിലായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഷുഗർ ടെസ്റ്റൊക്കെ വരും ഈ ഒരു മാസം. അപ്പോൾ അതൊക്കെ നോർമലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു മുൻകൂറായിട്ട് നമ്മൾ കരുതലെടുക്കേണ്ടതാണ്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ചേഞ്ചസ്. നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ആവുന്ന ഒരു പീരീഡ് കൂടിയാണ് നമ്മുടെ ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസ് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ചിലവർക്ക് ഭയങ്കര ദേഷ്യം വരാം, ചിലപ്പോൾ നല്ല സന്തോഷമായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടൈമിൽ ധാരാളമായിട്ടുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ കുറ്റബോധം തോന്നാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ചിലപ്പോൾ നമ്മൾ തിരക്കായതുകൊണ്ടായിരിക്കാം, നമുക്ക് ജോലി ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് പോയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് വിളിച്ചൊന്ന് തിരക്കുക, നമ്മൾ നേരിട്ട് അവരെ പോയി കണ്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കുക, അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്താൽ അത്രയും നല്ലത്. മേടിച്ചു കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. അതിനെനിക്ക് നമ്മൾ എന്താ പറയുക, വെറുതെ കുറേ ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അവരൊന്ന് വിളിച്ച് ഒന്ന് അന്വേഷണം തിരക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു കോളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ ജോലിക്കൊന്നും പോകാണ്ട് പ്രഗ്നൻ്റ് ആയതിനു ശേഷം വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിനെന്ന് പറയാൻ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴായിരിക്കും നമുക്കൊരു സന്തോഷം കിട്ടുക. അപ്പോൾ മാക്സിമം ആ സമയത്ത് അവരെ ഒന്ന് വിളിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതെന്ത് ചെയ്യുക, അവരുടെ ഇമോഷൻസൊക്കെ ഒരുവിധം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കോള് സഹായിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചിലപ്പോൾ എതിരെ നിൽക്കുന്ന ആൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവർ ദേഷ്യപ്പെട്ടാണ് നമ്മുടെ അടുത്ത് കാര്യം പറയുന്നതെന്നുള്ളത്. പക്ഷേ അവർ പറയുന്നത് ചിലപ്പോൾ നമ്മൾ
കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആ ഒരു മൈൻഡ് വേറെ ആയിരിക്കും. അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിരുന്ന് ചിന്തിച്ച് കൂട്ടും. എന്തിനായിരിക്കും അവരങ്ങനെ പറഞ്ഞത്, എനിക്കത് സങ്കടമായി. അപ്പം നമ്മളതിങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ച് നമ്മുടെ ടെൻഷൻ കൂടും. അപ്പം അത്ര നമ്മളെന്ത് ചെയ്യുക, ആ സമയത്ത് കുറേ പാട്ട് കേൾക്കുക, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടേതായ വേറെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആ സമയത്ത് ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് ഈ ടൈമിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തുടങ്ങിയ ഒന്നാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന കാര്യം. അതായത് ഇപ്പം ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ടിക്ടോക്ക് ഉണ്ടായ സമയത്തൊക്കെ അതിൽ ആക്റ്റീവായിരുന്നു. അന്ന് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം കേട്ടോ. അതിൽ ആക്റ്റീവായി അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയ സമയത്താണ് ടിക്ടോക്ക് ബാൻ ചെയ്യുന്നത്. അങ്ങനെ ബാൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം, ആ ടൈമിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയാണ്ട് ഇൻസ്റ്റാഗ്രാം എടുത്ത് അതിൽ പക്ഷേ വീഡിയോസൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിൽ ആക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കയറി ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും, വീഡിയോസ് ഇടാൻ തോന്നും. അങ്ങനെ വീഡിയോസ് ഇട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇട്ട സമയത്ത് ഞാനെന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഫോൺ പൊക്കി പിടിച്ച് നടക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഒന്നാമത് എൻ്റെ ഫോൺ ആ ഒരു അവസ്ഥയിലുള്ളൊരു ഫോണാണ്, കുറേ വർഷത്തെ ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഈ ഫോണും കൊണ്ടൊരു വീഡിയോ എടുക്കണ കാര്യത്തിലൊന്നും. എന്നാലും എൻ്റെ ഉള്ള കോൺഫിഡൻസിൽ ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക, ഒരു ചമ്മലുണ്ടാവും, അത് ഉറപ്പാണ്. ഈ വീഡിയോ എടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന കാര്യമൊന്നും എൻ്റെ അമ്മയ്ക്കറിയാം കേട്ടോ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അമ്മ ചോദിക്കാറുണ്ട്, നീ എന്തൊന്നും എടുക്കാത്ത, പണ്ടൊക്കെ നീ ചെയ്യാറുണ്ടായല്ലോ എന്നൊക്കെ. ഹസ്ബൻഡും സപ്പോർട്ടാണ്. പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു കുറവ് പോലെയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ഞാൻ പിന്നെ അടുത്തതിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.